ചേട്ടാ അഖിൽമാരാര് 2020 പാർട്ടിയിലേക്ക് പോയി എന്നതിന് ശേഷം വലിയ രീതിയിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതലും ആളുകൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ആരാണ് അഖിൽമാരാർ. അഖിൽമാരാർ എങ്ങനെയാണ് ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയെടുത്തത്, അല്ലെങ്കിൽ ഒരു പേര് 2020യിലേക്ക് പോകുമ്പോൾ ചോദ്യങ്ങൾ വരുന്ന രീതിയിൽ കോൺഗ്രസിനെ വരെ ചോദ്യമുനയിലാക്കുന്ന രീതിയിലേക്ക് ഒരു ബ്രാൻഡ് എങ്ങനെ ബിൽഡ് ചെയ്തു എന്നൊരു രാഹുലിന്റെ ടോണൊന്ന് മാറ്റി പിടിച്ചാൽ മതി. ആരാണ് അഖിൽമാരാർ എന്നല്ല സോഷ്യൽ മീഡിയ സെർച്ച് ചെയ്ത് ആരാടാ ഈ അഖിൽമാരാർ എന്ന് ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുപോലെ സെർച്ച് ചെയ്യുന്നു എന്നാക്കി പറഞ്ഞു. അഖിൽമാരാർ ഒരു ബ്രാൻഡാണ്. അതെ, ഒറ്റയ്ക്ക് വഴി തെറ്റി വന്നവൻ എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന ഒരു ബ്രാൻഡ്. അഖിലിൻ്റെ കുടുംബ പശ്ചാത്തലത്തിൽ തുടങ്ങുക. ഞാനിത് അഖിലിന് വേണ്ടി പറയുന്നതല്ല. അഖിലിൻ്റെ ചില രീതികൾ, അഖിലിൻ്റെ ചില സംസാരങ്ങൾ, ഇതിനോടൊക്കെ എതിർപ്പ് എനിക്കുണ്ട്. അതായത് ബിഗ് ബോസിന് ശേഷം അഖിൽ, അത് ഞാൻ അഖിലിനോട് തന്നെ എൻ്റെ എതിർപ്പ് തുറന്നു പറഞ്ഞിട്ടുള്ള ഒരാളാണ്. സ്വാഭാവികമായിട്ട് എൻ്റെയും രാഹുലിൻ്റെയും ഒക്കെ നാട്ടുകാരനായ ഒരു ചെറുപ്പക്കാരൻ. ലോകത്ത് എവിടെയൊക്കെ മലയാളികളുണ്ടോ അവിടെയൊക്കെ അയാളുടെ പേര് ചർച്ച ചെയ്യത്തക്ക തരത്തിലേക്ക് ഉയർന്നു വന്നു എന്നുള്ളത് തന്നെയാണ് അഖിലിൽ ഞാൻ കാണുന്ന ക്വാളിറ്റി. അഖിലിനെ കുറ്റം പറയാൻ CPM കാരനോ കോൺഗ്രസ്സുകാരനോ അതുപോലെ BJP കാരനോ ഒരു യോഗ്യതയില്ല. അഖിലിനെ ഇന്ന് കാണുന്ന പ്രശസ്തിക്ക് പിന്നിൽ ഒരു 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 നേതാവിനോ ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ ഒരു പ്രസ്ഥാനത്തിനോ, ഞാൻ പറയുന്നത് ഒരു കൂട്ടം കാണും, ഒരു കൂട്ടം മാധ്യമങ്ങൾക്കൊക്കെ കാണും, യാതൊരു വിധമായ സ്ഥാനവുമില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുകയാണ്. അല്പം സ്വല്പം ദാരിദ്ര്യം നിറഞ്ഞ ബാല്യകാലത്തിൽ നിന്ന് സ്വപ്നങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും ഒക്കെ കൗമാരം കടന്ന് അവിടെ നിന്ന് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയുള്ള ഒരു യൗവന കാലഘട്ടം, ആ യൗവന കാലഘട്ടത്തിൽ ആരംഭിക്കുന്ന കുടുംബജീവിതം, ഭർത്താവാകുന്നു, അച്ഛനാകുന്നു, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് ജോലികളൊക്കെ ചെയ്ത്, അയാൾ ചെയ്യാത്ത ജോലികളൊന്നുമില്ല എന്ന് അയാൾ തന്നെ പറയുന്നത്. മാങ്ങ കച്ചവടം, ജ്യൂസ് കച്ചവടം, പിന്നെ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടർ, റിയൽ എസ്റ്റേറ്റ്, അങ്ങനെ ഒരു ഗ്രാമപ്രദേശത്ത് കൊട്ടാരക്കര പോലെയുള്ള ഒരു നാട്ടിലെ, കോട്ടാത്തല പോലെയുള്ള ഒരു കുഞ്ഞു ഗ്രാമത്തിൽ, CPM രക്തസാക്ഷിയൊക്കെ ഉള്ള ഒരു നാട്ടിൽ അല്പം BJP അനുഭാവിയായൊക്കെ വളർന്നു വരുന്ന ഒരു യുവാവ്. അയാൾ ഒരു കേസിൽ പെടുന്നു, ഒരു തല്ല് കേസിൽ പെടുന്നു. ഈ തല്ല് കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി കുണ്ട്ര MLA ആയിരിക്കുന്ന, കൊല്ലം ജില്ലക്കാരനായിരിക്കുന്ന ഇന്നത്തെ കുണ്ട്ര MLA PC വിഷ്ണുനാഥൻ, അന്ന് ഉമ്മൻചാണ്ടിയുടെ കാലത്തെ A ഗ്രൂപ്പിൻ്റെ സമർത്ഥനായ യുവനേതാവ് PC വിഷ്ണുനാഥ് ഇയാൾക്ക് വേണ്ടി, ഈ ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയുന്നു. ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അഖിലിന് ലഭിക്കുന്ന വലിയൊരു സ്വീകരണമുണ്ട്. അതായത് PC വിഷ്ണുനാഥൻ്റെ സ്വന്തം ആൾ എന്ന നിലയിൽ വെള്ളയും വെള്ളയും ഇട്ട് ചെന്ന അഖിലിന് ഒരു യുവ നേതാവ് എന്ന തരത്തിൽ. അപ്പം ഒരു കാക്കി കുപ്പായക്കാരൻ പേടിയോടെ നോക്കിയിരുന്ന ഒരു പോലീസുകാരൻ എന്തുമാത്രം ഖദറിന് വില കൊടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി യൂത്ത് കോൺഗ്രസ് നേതാവായി മാറിയ അഖിൽമാരാർ. അല്ലാതെ കോൺഗ്രസിൻ്റെ ആശയങ്ങൾ കണ്ടിട്ടൊന്നുമല്ല അഖിൽമാരാർ കോൺഗ്രസിൽ ചേർന്നത്. ഇനി അഖിലിനെ തിരുത്തി പറഞ്ഞാലും പഴയ ഇൻ്റർവ്യൂ ഫീഡുകളിൽ ഇതുണ്ട്. അവിടെ നിന്ന് പക്ഷേ നല്ലൊരു വർക്കറായി. അവിടെയും അഖിലിൻ്റെ ലക്ഷ്യം ഒന്നാമനാവുക എന്നുള്ളത് മാത്രമായിരുന്നു. അഖിലിന് എപ്പോഴും താൻ ഇങ്ങനെ ചർച്ചയിൽ നിൽക്കണം. അത് നാട്ടുമ്പുറത്തായാലും സോഷ്യൽ മീഡിയയിലായാലും ചാനലുകളിൽ. അഖിലിൻ്റെ ഒരേ ഒരു ലക്ഷ്യം മാത്രമാണ്. അഖിൽ അവിടെ നിന്ന് ആവശ്യപ്പെടുന്നത് സ്വാഭാവികമായും ചുരുങ്ങിയ കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിനൊടുവിൽ CPM-മായ സംഘർഷങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതിനൊടുവിൽ ചോദിക്കുന്നത് അവിടെ ഒരു ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള സീറ്റാണ്. പാർട്ടി ഈ സീറ്റ് നിഷേധിക്കുന്നു. അവിടെ ഈ കാക്കി കുപ്പായക്കാരൻ ഖദറിനോട് കാണിച്ച ആരാധനയിൽ തുടങ്ങിയ അഖിൽമാരാരുടെ കോൺഗ്രസ് ജീവിതം അവസാനിക്കുന്നു. അവിടെ അഖിൽമാരാർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുന്നു. അവിടെ ഒരു വലിയ മത്സരം കാഴ്ചവെക്കുന്നു. 2ാം സ്ഥാനത്തേക്ക് അഖിൽമാരാർ എത്തുന്നു. ഒരുപക്ഷെ സീറ്റ് കൊടുത്തിരുന്നെങ്കിൽ ചെറുപ്പക്കാരൻ വിജയിച്ചേനെ എന്ന് കോൺഗ്രസ് നേതൃത്വത്തിൽ തോന്നുന്ന തരത്തിൽ അഖിൽമാരാറിൻ്റെ പെർഫോമൻസ്. അതിനുശേഷം അഖിൽമാരാരുടെ 2ാം ഘട്ട ജീവിതം ആരംഭിക്കുന്നു. BJP വേദിയിലേക്ക് അഖിൽമാരാർ എത്തുന്നു. BJP അംഗത്വം നേടുന്നു. പക്ഷെ അവിടെ BJP വേണ്ടി സജീവ പ്രവർത്തനമാണ്. പിന്നീട് അയാളുടെ ചിന്ത രാഷ്ട്രീയ കളി ഒന്ന് പാളി. ഇനി 4 പേരറിയാൻ, പണമുണ്ടാക്കാൻ, നിവർന്നു നിൽക്കാൻ, സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ, ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ എന്ത് വഴി എന്ന അന്വേഷണം അഖിൽമാരാരെ സിനിമയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് എത്തിക്കുന്നു. കൊട്ടാരക്കരയിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രൊഡ്യൂസറെ കണ്ടെത്തി താത്വിക അവലോകനം എന്നൊരു സിനിമ അദ്ദേഹം എഴുതുന്നു. ജോജുവിൻ്റെ ഒരു 10-15 ദിവസം ഡേറ്റൊക്കെ ഒപ്പിച്ച് മണിയമ്പുള്ള രാജുവിൻ്റെ മകനെയൊക്കെ നായകനാക്കി കൊട്ടാരക്കരയ്ക്കടുത്ത് മേലിൽ എന്ന ഗ്രാമത്തിൽ ഈ സിനിമ ഷൂട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കുമ്പോൾ അവിടെ ഒരു ചെറിയ പ്രശ്നങ്ങൾ കാരണം ഷൂട്ട് പാലക്കാടേക്ക് മാറുന്നു. പാലക്കാട് എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പത്തെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്, അതായത് കോവിഡ് കാലഘട്ടത്തിൽ ഈ സിനിമ ചിത്രീകരിക്കപ്പെട്ടു. ചുരുങ്ങിയ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട്, അയാളുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് അയാൾ ആ സിനിമ പൂർത്തീകരിക്കുന്നു. തിയേറ്ററുകളിലേക്ക് എത്തുന്നു. കോവിഡ് കാലഘട്ടമാണ്, കോവിഡ് കഴിഞ്ഞ് വരുന്ന കാലഘട്ടമാണ്. വലിയ
വലിയ കലാമൂല്യമുള്ള സിനിമയൊന്നും അവകാശപ്പെടാനില്ലാത്ത, ആളുകൾ വലിയ രീതിയിലൊന്നും സ്വീകരിക്കാതെ പോയ സിനിമ. പക്ഷേ അവിടെ അഖിലിന് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു ഭാവിയിൽ താൻ ആരാകുമെന്നും ഭാവിയിൽ താൻ രാഷ്ട്രീയ പ്രവേശനം നടത്തുമ്പോൾ തൻ്റെ രാഷ്ട്രീയം നേരത്തെ പറഞ്ഞു വെക്കണമെന്നും 3 പാർട്ടിക്കാരെയും ഒരുപോലെയും ട്രോളിക്കൊണ്ട് എല്ലാ കാലത്തെയും തിരഞ്ഞെടുപ്പുകളിൽ തൻ്റെ സിനിമയുടെ ക്ലിപ്പുകൾ സന്ദേശം മോഡലിൽ ശ്രദ്ധിക്കപ്പെടണമെന്ന ഉത്തമ ബോധ്യത്തോടു കൂടി സീൻ ക്രിയേറ്റ് ചെയ്താണ് ആ പടം അയാളെ പൂർത്തീകരിച്ചത്. അങ്ങനെ നാട്ടുംപുറത്തെ ചെറിയ രാഷ്ട്രീയക്കാരനായിരുന്ന അഖിൽ മാരാർ സംവിധായകനായി മാറുന്നു. പിന്നീട് അദ്ദേഹം ഓൺലൈൻ മാധ്യമങ്ങളിലെ ഇന്റർവ്യൂകൾ, അന്നത്തേക്ക് യൂട്യൂബ് വലിയ തരംഗമായി. യൂട്യൂബ് കാര്യം കോവിഡ് കാലം കഴിഞ്ഞു. അവിടെ ചെറിയ ചെറിയ പ്ലാറ്റ്ഫോമുകളിൽ അഖിൽ മാരാരുടെ ഇന്റർവ്യൂകൾ, ഫേസ്ബുക്കിൽ നിറഞ്ഞാടുന്ന അഖിൽ മാരാരുടെ രാഷ്ട്രീയ പ്രതികരണങ്ങൾ, CPM നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് ആകാശത്തിന് താഴെ എന്തിനെക്കുറിച്ചും അഭിപ്രായം പറയുന്ന ഒരു അഖിൽ മാരാരുടെ സോഷ്യൽ മീഡിയ മുഖം അവിടെ തുറന്നു നോക്കുന്നു. പതുക്കെ ഇന്റർവ്യൂകളിൽ നിന്ന് ചാനൽ ചർച്ചകളിലേക്ക് അഖിൽ മാരാർ വഴിമാറുകയാണ്. അവിടെ കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് വിശദീകരിക്കുന്ന അഖിൽ മാരാരുടെ ഒരു വിജ്ഞാനിയായ, ആഴത്തിൽ പഠനമുള്ള ഒരു ചെറുപ്പക്കാരനെ നമ്മൾ കണ്ടു. അവിടെ സിനിമയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ വന്ന സംവിധായകൻ അഖിൽ മാരാർ സിനിമകൾ നിരൂപണവും വിമർശനവും നടത്തുന്ന അശ്വന്ത് ഗോക്കിനെ വലിച്ചു കീറി ഒട്ടിക്കുന്നു. അവിടെ നിന്ന് സായി എന്ന് പേരുള്ള സീക്രട്ട് ഏജന്റ് വെളിപ്പേരുള്ള ആ യൂട്യൂബറെയും വലിച്ചു കീറി ഒട്ടിക്കുന്നു. അതോടുകൂടി ഇവർ തമ്മിൽ സോഷ്യൽ മീഡിയ യുദ്ധം ആരംഭിക്കുന്നു. അതോടെ അഖിൽ മാരാർ യൂട്യൂബിൽ പേര് നിറഞ്ഞു നിൽക്കുകയാണ്. ഇതിനിടയിൽ ജനൻ TV ഒരു ചർച്ചയിൽ അവതാരകനെ വലിച്ചു കീറി ഒട്ടിക്കുന്ന അഖിൽ മാരാരെ നമ്മൾ കാണുന്നു. അഖിൽ മാരാരുടെ ഇന്റർവ്യൂവിന്റെ വാല്യൂ കൂടുന്നു. അങ്ങനെ അഖിൽ മാരാർ സോഷ്യൽ മീഡിയയിലൊക്കെ ഇന്റർവ്യൂ, അത്തരത്തിലൊരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുകയാണ്, ബിഗ് ബോസിനെ കുറിച്ച് അദ്ദേഹം ഒരു അഭിപ്രായം പറയുകയാണ്. ബിഗ് ബോസിൽ പോകുന്നതിനും ഭേദം ലുലു മാളിൽ പോയി തുണി ഉരിഞ്ഞ് നിൽക്കുന്നതല്ലേ. ഒരു 5 മിനിറ്റ് പോലും എനിക്ക് ബിഗ് ബോസ് കാണാൻ സ്ട്രാറ്റജി ആയിരുന്നു. കാരണം അഖിലിനറിയാം, സിനിമ കഴിഞ്ഞു, പൊളിറ്റിക്കൽ ജീവിതം ഒന്ന് അവസാനിപ്പിച്ചു, സിനിമ കഴിഞ്ഞു, ഇനി നാട് മുഴുവൻ അറിയണമെങ്കിൽ, തൻ്റെ സിനിമ ശ്രദ്ധിക്കപ്പെട്ടിട്ടൊന്നുമില്ല, നാട് മുഴുവൻ അറിയണമെങ്കിൽ ബിഗ് ബോസ് അതൊരു വലിയ പ്ലാറ്റ്ഫോം ആണെന്ന കൃത്യമായ ബോധ്യത്തോടു കൂടി ബിഗ് ബോസിന്റെ ഈഗോ അഖിൽ അവിടെ ഹേർട്ട് ചെയ്തു. അതോടൊരു ബിഗ് ബോസ് ടീം അഖിലിനെ ബന്ധപ്പെടുന്നു. അഖിലിന് ബിഗ് ബോസ് എൻട്രി ലഭിക്കുന്നു. ബിഗ് ബോസിലെത്തി 10 ദിവസം കൊണ്ടോ 5 ദിവസം കൊണ്ടോ പുറത്തു പോകുമെന്ന് വിചാരിച്ച പ്രേക്ഷകരും സംഘാടകരും ചാനൽ മേധാവികളും. എന്നാൽ പിന്നീട് അഖിൽ മാരാരുടെ ഒരു അഴിഞ്ഞാട്ടം ബിഗ് ബോസിൽ കാണുന്നു. മൈൻഡ് ഗെയിമിലും ഫിസിക്കൽ ഗെയിമിലും ഒക്കെ, ബുദ്ധിപരമായ നീക്കങ്ങളിലുമൊക്കെ മത്സരാർത്ഥികളെ മുഴുവൻ അടിയറവ് പറയിപ്പിച്ചുകൊണ്ട് ശക്തമായ പോരാട്ടത്തിനൊടുവിൽ 100-ാം ദിവസം തികച്ച അഖിൽ മാരാർ കപ്പുമായി പുറത്തേക്ക് ഇറങ്ങുകയാണ്. ബിഗ് ബോസ് വീട്ടിലേക്ക് വെറുമൊരു ചെറിയ സംവിധായകനായി, ചെറിയ സോഷ്യൽ മീഡിയയിലേക്ക് നിറഞ്ഞു നിന്ന ഒരാളായി കയറിപ്പോയ അഖിൽ തിരികെ വരുന്നത് ജനസാഗരങ്ങൾക്ക് മുന്നിലേക്കാണ്. അഖിലിന് അറിയാമായിരുന്നു താൻ അവിടെ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും പുറത്ത് എങ്ങനെ ചർച്ച ചെയ്യപ്പെടും, ഒരു കണ്ടന്റ് എങ്ങനെ ഉണ്ടാക്കണമെന്ന്, ആളുകളെ എങ്ങനെ കയ്യിലെടുക്കണമെന്ന്, എങ്ങനെ വിജയിക്കണമെന്ന്, ചുറ്റുമുള്ളവരെ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണമെന്ന് കൃത്യമായി അഖിൽ അറിയാമായിരുന്നു. ജനസാഗരത്തിന് നടുവിലേക്കാണ് അഖിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്നത്. അങ്ങ് അടൂർ മുതൽ കൊട്ടാരക്കര വരെ MC റോഡ് നിറഞ്ഞു നിന്നൊരു സ്വീകരണം അഖിലിനെ ലഭിക്കുന്നു. പിന്നീട് അഖിലിനെ കുറിച്ച് പഴി കേൾക്കുകയാണ്. അഖിലിനെ പ്രൊമോട്ട് ചെയ്തു എന്ന് അവകാശപ്പെട്ടത് സോഷ്യൽ മീഡിയ ചാനലുകാർ, സുഹൃത്തുക്കളൊക്കെ അഖിലിന് ജാടയായിപ്പോയി. കാരണം അഖിൽ പിന്നീട് ഒരു ഇന്റർവ്യൂവിന് ചോദിച്ചത് 2-3 ലക്ഷം രൂപയൊക്കെയാണ്. അഖിലിന്റെ അഖിലായിട്ടുണ്ടാക്കിയെടുത്ത മാർക്കറ്റ് വാല്യൂവിന് അഖിൽ വിലയിട്ടു. അത് നല്ല കാര്യമല്ലേ? നല്ല കാര്യമാണ്. രാഹുലിന് പറ്റുമോ? രാഹുലിനെ ഒരാളൊരു പരിപാടിക്ക് വിളിക്കുമ്പോൾ എനിക്കൊരു 10,000 രൂപ വേണം, പക്ഷേ ഒരു പൊസിഷനിലെത്തിക്കഴിഞ്ഞാൽ യു ക്യാൻ ഡിമാൻഡ് ദാറ്റ്. അതെ, നമ്മുടെ സമയം, നമ്മുടെ വാല്യൂ, നമ്മുടെ ഡിമാൻഡ്, അതിനനുസരിച്ച് നമുക്ക് ചോദിക്കാം. ഉദ്ഘാടനങ്ങൾക്ക് 4-5 ലക്ഷം രൂപ വാങ്ങുന്ന സെലിബ്രിറ്റിയായി അഖിൽ മാരാർ വളരുകയാണ്. എതിർപ്പുകൾ ഉണ്ടായി. പലരും പറഞ്ഞു ഞാൻ വീഡിയോ ചെയ്തവനെ വിജയിപ്പിച്ചതാണ്. പലരും പറഞ്ഞു ഞാൻ രാഷ്ട്രീയത്തിൽ കൈപിടിച്ച് നടത്തിയതാണ് അഖിൽ മാരാർ. ഒന്നുമില്ല, ഒരു തേങ്ങയുമില്ല, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ്, സ്വപ്നം കണ്ടതിലാണ്. അഖിൽ മാരാരെ ഞാൻ അവിടെ ഉപമിക്കാൻ ആഗ്രഹിക്കുന്നത് ശ്രീകൃഷ്ണനോടാണ്. മാർഗമല്ലടോ, ലക്ഷ്യമാണ് പ്രധാനം. അഖില് കോട്ടാത്തലയിലെ ഒരു ചെറ്റക്കുടിയിൽ ജനിച്ച ഒരു കൂലിത്തൊഴിലാളിയുടെ, തൊഴിലുറപ്പ് തൊഴിലാളിയുടെയൊക്കെ മകനായി ജനിച്ച അഖില് കൂടിയ ലക്ഷറി കാറുകൾ, പോർഷെ, മിനി കൂപ്പർ, ബെൻസ്, വോൾവോ, BMW ലക്ഷങ്ങൾ വിലയുള്ള ബൈക്ക്, ഇതൊക്കെ എടുക്കുമ്പോൾ അയാൾ ജനത്തിനോട് അയാളുടെ ആഹ്ലാദം പുറത്തു പറയുന്നുണ്ട്. ചോദിക്കുന്നുണ്ട്, ഒന്നുമില്ലാതെ മേലിൽ നിന്ന് ഇത്രയും ഉണ്ടാക്കി എനിക്ക് എൻ്റെ സന്തോഷം പങ്കുവെച്ചൂടെ? അയാൾ ബൈക്കെന്ന് പറയില്ല, എൻ്റെ BMW പോയി എന്നേ പറയുള്ളൂ. അത് അയാളുടെ പ്രൗഡാണ്. അതിനെ ആളുകൾ പൊങ്ങച്ചമെന്ന് വിളിക്കും. നിങ്ങൾ കാണണ്ട, നിങ്ങൾ കേൾക്കണ്ട. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ അഖിൽ മാരാർ എന്ന ബ്രാൻഡ് കേരളക്കരയാകെ നിറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ ബിഗ് ബോസോടുകൂടി അഖിൽ അവസാനിച്ചു എന്ന് വിചാരിച്ചു. അഖിൽ ഒരു സിനിമയിൽ അഭിനയിക്കുന്നു, സിനിമ പരാജയപ്പെടുന്നു. അവിടെയൊക്കെ അഖിൽ അവസാനിച്ചു എന്ന് വിചാരിച്ചെടുത്ത് അഖിൽ വീണ്ടും വരികയാണ്.
CPM കടുത്ത വിരോധിയായി. അവർ അഖിൽ അവിടെ ഒരു ലക്ഷ്യം തുടങ്ങുകയാണ്, വീണ്ടും പൊളിറ്റിക്സ്. കാരണം താൻ ഇപ്പോൾ നിൽക്കുന്ന പൊസിഷനിൽ എവിടെ കയറി ചെന്നാലും അഖിലിന് ഒരു കസാര ഉണ്ടാവും. ആ ഇരിക്കുന്ന ഏത് വലിയ നേതാവായാലും അയാളുടെ വലത്തെ സൈഡിൽ പിണറായി വിജയന്റെ വിളിച്ചു. അങ്ങനെ VD സതീശന്റെ ഇഫ്താർ വിരുന്നിൽ കഴിഞ്ഞ വർഷം അഖിൽ പ്രത്യക്ഷപ്പെടുന്നു. രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം പ്രാതൽ കഴിക്കുന്ന അഖിൽമാരാർ, ഇയാൾ ഏത് ഗ്രൂപ്പിന്റെ ആളാണെന്ന് പോലും അറിയില്ല. പക്ഷേ കോൺഗ്രസ് നേതൃത്വത്തിൽ അഖിൽമാരാർ വലിയ സ്വീകാര്യനായി മാറുന്നു. വീണ്ടും അയാളുടെ നിലപാടുകൾ മാറുന്നു കോൺഗ്രസ് നിലപാടുകളിലേക്ക് എന്ന് ജനങ്ങളെ അയാൾ തെറ്റിദ്ധരിപ്പിച്ചു. പക്ഷെ അവിടെയെങ്ങും അഖിൽമാരാർ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് ആയില്ല. അഖിൽമാരാർ ഒരു പക്ഷേ എവിടെയെങ്കിലും സ്ഥാനാർത്ഥിയായാൽ പോലും ഇത്രയും വലിയ ചർച്ചയാവില്ല. അഖിലിന്റെ 2020 പ്രവേശനം വീണ്ടും ചർച്ചയാകുന്നു. വീണ്ടും സോഷ്യൽ മീഡിയ മുഴുവൻ അഖിൽമാരാർ എന്ന #, സെർച്ച് നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ്. വീണ്ടും അഖിൽമാരാർ എപ്പോഴും ഇടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അവിടെ ഈ നിലപാടുകൾ എന്ത് നിലപാട് എമ്പുരാൻ സിനിമ ഇറങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞുള്ള നിലപാടുകൾ എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് തിരിച്ചാണ്. ഞാൻ ചോദിക്കട്ടെ രാഹുലെ, ഒന്നുമില്ലായ്മയിൽ തുടങ്ങിയ ഒരു ബാല്യത്തിൽ ഇന്ന് എല്ലാവരും അറിയുന്ന ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് എത്തിയ അയാൾ സക്സസ് ആയി നിൽക്കുകയാണ് ഈ ചെറിയ പ്രായത്തിൽ, 35-36 വയസ്സിൽ, 37-38 വയസ്സിൽ. എന്ത് നിലപാടാണ് പറയേണ്ടത്? അയാളെ സംബന്ധിച്ച് അയാൾക്ക് കുറേ ലക്ഷ്യങ്ങളുണ്ട്. അയാളുടെ രാഷ്ട്രീയം ഇതൊക്കെയാണെന്ന് അയാളുടെ സിനിമയിലൂടെ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരാളാണ്. ഇന്നിന്റെ രാഷ്ട്രീയമോ ഇന്നിന്റെ വിജയമോ അല്ല അഖിൽമാരാർ ലക്ഷ്യപ്പെടുന്നത്. എഴുതി വെച്ചോ. 2020 പോയത് ഇത്തവണ കൊട്ടാരക്കരയിലോ പത്തനാപുരത്തോ അല്ലെങ്കിൽ കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ എവിടെയെങ്കിലും പോയി മത്സരിച്ച് ഇത്തവണ MLA ആവാനല്ല അഖിലിന്റെ ലക്ഷ്യം. നാളെയുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് മറ്റന്നാളിന്റെ രാഷ്ട്രീയം അഖിൽമാരാർ ലക്ഷ്യം വെക്കുന്നത്. അല്ലെങ്കിൽ BJP പോയാൽ പോരെ. BJPയിലെ കൊട്ടാരക്കരയിലെ നേതൃത്വത്തിനല്ലേ അഖിൽമാരാറിനോട് എതിർപ്പുള്ളൂ. അതെ, അഖിലെ ചോദിച്ചാൽ BJPയുടെ എവിടുത്തെ സീറ്റാ കിട്ടാതെ? പിന്നെ എന്തിന് 2020? ആ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന്റെ ഉത്തരം പറയേണ്ടത് അഖിൽമാരാണ്. പക്ഷെ അഖിൽമാരാർ സത്യം പറയില്ല. പക്ഷെ ആ ചെറുപ്പക്കാരനെ വലിയ ബ്രാൻഡാണ്. നമുക്ക് ദൂരെ നിന്ന് നോക്കി കാണുമ്പോൾ അഭിമാനത്തോടെ നോക്കണമേ. എന്തിനാണ് അയാളെ കളിയാക്കുന്നത്? എന്തിനാണ് അയാളെ കുറ്റപ്പെടുത്തുന്നത്? എന്തിനാണ് അയാളോട് കുശുമ്പ് കാണിക്കുന്നത്? അയാൾ വന്നിരുന്ന് ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ നീ എന്തിനാണ് കാണുന്നേ? നീ കാണണ്ട. അയാളെ കാണാനും കേൾക്കാനും വിമർശിക്കാനും അനുകൂലിക്കാനും ജനമുണ്ട്. 24 ജനകീയ കോടതി എന്ന പരിപാടിയിൽ അൺകട്ട് വേർഷൻ ചരിത്രത്തിൽ ഒരു വട്ടം മാത്രമേ പുറത്തുവിട്ടിട്ടുള്ളൂ. അഖിൽമാരാരുടെ മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു 24 മാനേജ്മെന്റിന്. ഹാഷ്മിക്ക് പറഞ്ഞതൊക്കെ പുറത്തിടാൻ പറഞ്ഞപ്പോൾ പുറത്തിടേണ്ടി വന്നു. VD സതീശന്റെ ഇഫ്താർ വിരുന്നിൽ ഈ പറയപ്പെടുന്ന അഖിൽമാരാർ നടന്നു പോകുമ്പോൾ മുഖത്ത് നോക്കാതിരിക്കുന്ന ഒരു പിണറായി വിജയന്റെ പടമുണ്ട്. കണ്ടു നോക്കിയാൽ മതി. ഒരു ചെറുപ്പക്കാരൻ, ഒന്നുമില്ലായ്മയിൽ നിന്നെല്ലാം എന്തൊക്കെയോ ആയ ഒരു ചെറുപ്പക്കാരൻ. അയാൾക്ക് നാളെ രാഷ്ട്രീയം അയാൾക്ക് മടുത്താൽ അയാൾക്ക് അടുത്ത കളം പിടിക്കാൻ അറിയാം. അയാളത് ചെയ്യുക തന്നെ. ഒരു വല്ലാത്ത ജനുസാണത്. ഇഷ്ടപ്പെടില്ല. എനിക്കും പലപ്പോഴും അയാളുടെ രീതികളൊന്നും ഇഷ്ടമല്ല. എന്നാൽ ചില സമയത്ത് അയാളോട് വലിയ ആരാധനയുമാണ്. ഒരു പഠിച്ചു വന്നൊരു ട്രഡീഷണൽ പൊളിറ്റിക്കൽ സ്റ്റൈലിൽ നിന്ന് കൊണ്ട് മാറി നിന്ന് അയാളെ ഒന്ന് നോക്ക്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന് തോന്നുന്നു? ഇല്ല, എനിക്ക് തോന്നുന്നില്ല. അയാളുടെ മണ്ഡലം ഏതാണെന്ന് അയാൾ തന്നെ പറയട്ടെ. ഞാൻ അതാ പറഞ്ഞത്, അയാൾ ഇന്നിന്റെ രാഷ്ട്രീയക്കാരനല്ല, അയാൾ നാളുകളുടെ രാഷ്ട്രീയക്കാരനാണ്. അയാൾ എവിടെയെങ്കിലും ഇന്ന് ജയിച്ച് വന്നാൽ അയാൾക്ക് വിസ്മയം തീർക്കാനും പറ്റും.